लिए मैं प्रभु को धन्यवाद करता हूँ। ഇന്ന് നിങ്ങളോടൊപ്പം ശുശ്രൂഷയ്ക്കായി എനിക്ക് പങ്കെടുക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आज आप लोग के बीच में परमेश्वर के सेवकाई के लिए एक अवसर दिया हुआ परमेश्वर को मैं धन्यवाद करता हूँ। അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആരാധന ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീർന്നല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. बहुत आशीषित एक आराधना का फल प्रभु हमारे जीवन में दिया, इसलिए भी मैं प्रभु को धन्यवाद करता हूँ। സത്യാൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. इस विशेष सभा में सम्मिलित सभी प्रभु को दासियों को सभी प्रिय लोगों को प्रभु यीशु मसीह के नाम से मैं धन्यवाद करता हूँ। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു പി നായർ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ ദൈവം ഒരുങ്ങി തരുവാൻ ദൈവം ഇടയാക്കിയത്. आदरणीय प्रभु को दास राजू पी नायर पास्टर के लिए मैं धन्यवाद करता हूँ। काफी दिन के बाद हमें इसी प्रकार एक संगति में बैठने के लिए प्रभु अवसर दिया। ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായി ദൈവസന്നിധിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आज हम परिवार सहित इस सभा में उपस्थित है, इसलिए भी मैं प्रभु यीशु मसीह को महिमा देता हूँ। പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാനായിരുന്നു ഈ മീറ്റിംഗിലേക്ക് ശുശ്രൂഷിക്കേണ്ടത്. शुरू से एक विषय बताना चाहता हूँ। पिछले इतवार मुझे इस विशेष सभा में भजन की मनादी करना था। ഞാൻ ആ ശുശ്രൂഷയിൽ ഞാനത് ശുശ്രൂഷിക്കാമെന്ന് ഏറ്റു. പക്ഷെ എങ്കിലും എനിക്ക് ഇവിടുത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് കഴിഞ്ഞില്ല. അന്ന് ദിവസം മീറ്റിങ്ങിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. मैं उस दिन भजन की मनादी के लिए तैयार था, लेकिन कुछ तकनीकी कारण से आप लोग के बीच में आ नहीं पाया। അതുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളേവരുടെയും എന്നോട് അതിനായിട്ട് ക്ഷമിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. इसलिए उस विषय के लिए मैं आप सभी से मैं क्षमा चाहता हूँ। നമ്മളെല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ദൈവം ഇടുവാനുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് അടുത്തു വരുവാനിടയാകട്ടെ. प्रभु यीशु मसीह आज सुबह हम सबको आशीष करें। बहुत प्रार्थना के साथ आज सुबह हम प्रभु के नजदीक जाएं। അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചനം നിങ്ങളുടെ നടുവിൽ വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. हम सबके लिए सुपरिचित एक वचन को आप सबके सामने पढ़ना मैं चाहूंगा। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതിന്റെ 14-ാം വാക്യം ഞാൻ നിങ്ങളുടെ നടുവിൽ വായിക്കുന്നു. लूका का सुसमाचार अध्याय 4 का पहला वचन और 14वां वचन आपके सामने मैं पढ़ूंगा। അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു, അവന്റെ ശ്രുതിയൊക്കെയും പരന്നു. 1-ാം വാക്യവും 14-ാം വാക്യവും വായിച്ചാട്ട് വാക്യം. 4 अध्याय का पहला वचन इस प्रकार पढ़ते हैं: प्रभु यीशु पवित्र आत्मा से भरा हुआ यरदन से लौटा और 40 दिन तक आत्मा के सिखाने से जंगल में फिरता रहा। अभी हम उसके 14 वचन को इस प्रकार देखते हैं: फिर यीशु आत्मा की सामर्थ से भरा हुआ गलील को लौटा और उसकी चर्चा आसपास के सारे देश में फैल गई। നമുക്ക് എല്ലാവർക്കും വേദപുസ്തകത്തിൽ ഒരു ഭാഗമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വായിപ്പാനിടയായി തീർന്നത്. हम सभी लोग अच्छे रीति से इस वचन को जानते हैं। इस वचन को आज सुबह हम लोग पढ़े हैं। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. हम इस प्रकार पढ़ते हैं: यीशु मसीह पवित्र आत्मा से भरा हुआ था, वो यरदन से लौटा। അവനെ മരുഭൂമിയിലേക്ക് നടത്തി. आत्मा यीशु मसीह को जंगल की ओर ले गया.
കാണുവാൻ കഴിയുന്ന യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ യേശു മരുഭൂമിയിലേക്ക് പോയെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. पवित्र आत्मा की अगुवाई के कारण या सिखाने से यीशु मसीह जंगल की ओर गए, यहाँ पर पढ़ते हैं इस प्रकार। അപ്പൊ ഈ ധ്യാനിക്കുമ്പോൾ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് യോർദാൻ വിട്ട് മടങ്ങിയപ്പോഴാണ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുവാനിടയായത്. जब यीशु मसीह पवित्र आत्मा से जब भरा हुआ था, तब पवित्र आत्मा यीशु मसीह को जंगल की ओर ले गया। 1-വും 11-ാം വാക്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് വായനയിൽ കാണുവാൻ കഴിയുന്നത്, पहला वचन और 14 वचन दोनों के बीच में जब हम पढ़ते हैं तो अंदर दोनों वचनों के बीच में अंदर यही है, യേശു യോർദാൻ വിട്ടു മടങ്ങിയപ്പോൾ ഇവിടെ ഗലീലയിലേക്ക് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. हम शुरू में पढ़ते हैं यीशु मसीह आत्मा से भरा हुआ निकला जो यर्दन से, लेकिन 14 अध्याय में 14 आयत में पढ़ते हैं कि आत्मा में की सामर्थ से वो गलील की ओर फिरा। യേശുവിങ്കൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വെളിപ്പെടുകയാണ്. यीशु मसीह में पवित्र आत्मा की जो भरपूरी सामर्थ की भरपूरी को यहाँ पर हम देखते हैं। എന്നാൽ ഗലീലയിലേക്ക് യേശു വരുമ്പോൾ നിറവ് മാത്രമല്ല, ആത്മാവിന്റെ ശക്തിയോടുകൂടെയായിരുന്നു വെളിപ്പെടുവാനിടയാകുന്നത്. जब यीशु मसीह गलील की ओर आया, केवल आत्मा की भरपूरी से नहीं, जो सामर्थ की भरपूरी से प्रभु यीशु मसीह लौट कर आया। അപ്പോ ഒന്ന് യേശുവിങ്കൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഇവിടെ കഴിയുന്നുണ്ട്. हम जब ध्यान से इस वचन को देखते हैं, यीशु मसीह में पवित्र आत्मा की भरपूरी और जो है आत्मा की सामर्थ्य, ये दोनों देखते हैं। നമ്മുടെ ജീവിതത്തിലും ഇന്ന് പ്രഭാതത്തിൽ എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഒരു ശക്തിയും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിക്കുവാൻ എത്ര പേർ ഒരുക്കത്തോടെ ആയിരിക്കുന്നു? आज सुबह जब हम इस वचन को सीखते हैं, कितने लोग ये तैयारी के साथ बैठे हैं आत्मा की सामर्थ्य और भरपूरी में आना है, कितने लोग चाहते हैं? പരിശുദ്ധാത്മാവിന്റെ ഒരു നിറമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആവശ്യമാണ്. हमें पवित्र आत्मा की भरपूरी की आवश्यकता है, साथ ही साथ आत्मा की शक्ति की भी जरूरत है। ഈ വചനം ആഴമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ, जब ये वचन को गहराई से हम सीखते हैं, യേശുവിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വെളിപ്പെടുന്നത് യോർദാനിൽ നിന്നാണ്. यीशु मसीह को आत्मा से परिपूर्ण होकर हम देखते हैं वो यर्दन से है। ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിലുമാണ് ഈ നിറവ് നമുക്ക് വെളിപ്പെടുവാൻ കഴിയുന്നത്. जब हम यीशु मसीह के ऊपर जो पवित्र आत्मा की भरपूरी के विषय में हम देखते हैं, 3रा अध्याय का, इसी किताब का 3रा अध्याय का 16-17 में हम देखते हैं। നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്ന, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ എന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. 3रा अध्याय 21 और 22 इस प्रकार पढ़ते हैं, जब सब लोगों ने बपतिस्मा लिया और यीशु भी बपतिस्मा लेकर प्रार्थना कर रहा था, तो आकाश खुल गया और पवित्र आत्मा शारीरिक रूप से कबूतर के समान उस पर उतरा और ये आकाशवाणी हुई, हे तू मेरा प्रिय पुत्र है, तुझमें मैं प्रसन्न हूँ। യേശു കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ, അതായത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഈ ഭൂമിയിൽ കടന്നു വരികയും, ആ പിതാവിന്റെ ഇഷ്ടപ്രകാരം യേശുവിന്റെ ആ
കഴിക്കുന്ന സമയത്താണ് യേശു ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനിടയാകുന്നത്. जब पिता परमेश्वर की इच्छा की और मानव जाति के उद्धार के लिए स्वर्ग से नीचे आया हुआ प्रभु यीशु मसीह जब बपतिस्मा के लिए यरदन में आया, तब स्वर्ग खुल गया। परमेश्वर की जो आकाशवाणी यहाँ पर हम सुनते हैं। തൊട്ടുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന യേശു പ്രാർത്ഥിക്കുമ്പോൾ അവനുമേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനുമേൽ ഇറങ്ങുവാൻ ഇടയായത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. जब बपतिस्मा स्वीकार करते समय, जब प्रार्थना करते समय स्वर्ग खुल गए और पवित्र आत्मा उतरते हुए यहाँ पर हम देखते हैं। ഇവിടെ ഈ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വർഷിപ്പിലോ ഒരു കൂട്ടായ്മയിലോ വെളിപ്പെട്ടതായ ഒരു സാന്നിധ്യത്തെ അല്ല ഇവിടെ വെളിപ്പെടുന്നത്. സ്വർഗം തുറന്ന് പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ ശബ്ദത്തോടെ ദൈവ സാന്നിധ്യത്തെയാണ് നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. और विशेष सभा के मध्य में नहीं, स्वयं प्रभु यीशु मसीह हमें बपतिस्मा लेते समय, परमेश्वर की इच्छा को पूरा करते समय स्वर्ग खुल गया, तब पवित्र आत्मा उतरते हुए हम देखते हैं। പിതാവിന്റെ ഇഷ്ടം പുത്രനായിരിക്കുന്ന യേശു ഈ ഭൂമിയിൽ അനുസരിക്കുമ്പോൾ, അത് യേശു നമുക്ക് തന്ന ആ മാതൃക യേശു ആ ഭൂമിയിൽ നിവർത്തീകരിക്കുമ്പോൾ അവനെ സ്വന്തം തുറന്നിച്ച് എന്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കുന്ന ആ സന്ദർഭത്തിൽ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി മാറുകയാണ്. जब परमेश्वर की इच्छा को पूरा करने के लिए इस संसार में आकर जब परमेश्वर की इच्छा को पूरा कर रहा था, तब पवित्र आत्मा की भरपूरी प्रभु यीशु मसीह के ऊपर आ रहा था। ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതിയിൽ നമ്മുടെ ചിന്തകളും ദൈവത്തെ അർപ്പിച്ച് നാം സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ശബ്ദം തുറക്കുവാനാകും. जब हम अपने आप को परमेश्वर के वचन की अधीनता में परमेश्वर के वचन की पूर्ति के लिए समर्पण करते हैं, तो हमारे ऊपर परमेश्वर की सामर्थ्य उतर आएगी। ഇവിടെ ശബ്ദം തുറന്ന് ഇവന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയും. പിതാവ് പുത്രന് തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ ഉറപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. यहाँ पर हम देखते हैं कि जो परमेश्वर की इच्छा को जो पूरा कर रहे थे, पिता और परमेश्वर का जो संबंध मजबूत होते हुए हम देखते हैं। ഈ വചനത്തിന്റെ ആഴത്തിൽ ഞങ്ങളോട് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ള അംഗീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. जब पवित्र आत्मा हमारे ऊपर उतर आता है, इस बात को हमें दुनिया के सामने स्थापित कर सकते हैं कि हम परमेश्वर के संतान है। അപ്പോൾ യേശു തന്റെ ആത്മാവിനെ എന്നിൽ അയച്ച് എന്നിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ദൈവ മകനായി ഉള്ള ആ ഉറപ്പിലേക്ക് എന്നെ കൊണ്ടുവരികയും അല്ലെങ്കിൽ സ്വർഗം എന്നെ അംഗീകരിക്കുന്നതാണ് ആ നിറവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. जब पवित्र आत्मा हमारे ऊपर उतर आता है, किस बात को हम पूरी तौर से हमारे अंदर यकीन हो जाता है कि परमेश्वर मुझे स्वीकार किया, मैं परमेश्वर का संतान बन गया हूँ। ഈ വ്യക്തി അല്ലെ യേശുവിലേക്ക് ഈ ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ അംഗീകരിക്കപ്പെടുന്നത് പോലെ കൽപ്പനകളിൽ ഇഷ്ടത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അതേ ദൈവം അംഗീകരിക്കുന്നതിലൂടെ തന്റെ ആത്മാവാൽ നാം നയിക്കപ്പെടുക തന്നെ ചെയ്യും. जब परमेश्वर की सामर्थ हमारे अंदर हमारे ऊपर उतर आता है, तो उस बात को पूरी तौर से हम जानना है कि परमेश्वर की इच्छा, परमेश्वर का हित हमारे ऊपर प्रकट होता है। അപ്പോൾ വ്യക്തമായി നമുക്ക് മൂന്നാം അധ്യായത്തിന്റെ ഈ 22 വായിക്കുന്ന വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സമയത്ത് യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനാകുവാൻ സ്വർഗം തുറന്ന് അവന്റെ മേൽ തന്റെ ആത്മാവിനെ അയച്ചു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി.
हम इस अध्याय में 30 अध्याय 21 और 22 में इस प्रकार पढ़े हैं, जब पवित्र आत्मा उतर आया तब प्रभु यीशु मसीह आत्मा की भरपूरी में आ गया। അതുകൊണ്ടാണ് 4 വായിക്കുവാൻ കഴിയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി എന്ന് കാണുവാൻ കഴിയുന്നത്. इसलिए हमने देखा कि यीशु मसीह आत्मा की भरपूरी में यॉर्दान से लौट गया। യോർദാനിൽ നിറഞ്ഞ ആത്മശക്തി കൊണ്ട് യേശു യോർദാൻ വിട്ട് മടങ്ങുവാൻ കാരണം ഈ നിറഞ്ഞ ആത്മാ യേശുവിനെ നയിപ്പാൻ തുടങ്ങി. जब हम इस वचन को देखते हैं, जो है यीशु मसीह की आत्मा की भरपूरी जब यीशु मसीह के अंदर आया, हम यीशु मसीह यॉर्दान से लौट गया। യഥാർത്ഥത്തിൽ ഒരുവന്റെ മേൽ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവനെ നടത്തുന്നത് അതേ ആത്മാവ് തന്നെയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. यदि किसी के अंदर परमेश्वर की आत्मा जब उतर आता है, उसको पवित्र आत्मा उसको ले जाता है। നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായി മാറുക എന്നുള്ളത് പ്രാധാന്യമാണ്. जब पवित्र आत्मा में हम भर जाते हैं, फिर आत्मा के अनुसार चलना बहुत जरूरी है। പ്രിയരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവന് പരിശുദ്ധാത്മാവിന്റെ നിയോഗമല്ലാതെ സഞ്ചരിക്കുവാൻ കഴിയത്തില്ല. जब पवित्र आत्मा में जब भर जाते हैं, बिना पवित्र आत्मा की अगुवाई से हमें नहीं चल सकते। അപ്പൊ എന്നെയും നിങ്ങളെയും നയിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്ന് നാം സ്വയം ശോധന ചെയ്യട്ടെ. आज हम अपने आप को परखें कि हमें पवित्र आत्मा ही अगुवाई कर रहा है या नहीं। എന്റെ വഴികളിൽ, എന്റെ യാത്രകളിൽ, എന്റെ ജീവിതത്തിൽ ആത്മാവ് നിറഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ യാത്ര ചെയ്യുവാൻ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? पवित्र आत्मा की अगुवाई मेरे ऊपर आने के कारण मैं पवित्र आत्मा के अनुसार चलता हूँ, इसलिए प्रभु कितने लोगों को धन्यवाद दे सकते हैं आज। പ്രത്യേകം ഈ വചനം നമുക്ക് ഒന്നുകൂടെ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലേക്കാണ് നടത്തിയത്. जब हम इस वचन को फिर से गहराई से सीखते हैं, जब पवित्र आत्मा की अगुवाई यीशु मसीह के ऊपर हुई, तब यीशु मसीह को पवित्र आत्मा जंगल की ओर ले गया। ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. एक वचन और आपके सम्मुख में रखना मैं चाहता हूँ, मरकुस का सुसमाचार। മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് നമുക്ക് വായിക്കാം. पहला अध्याय का 9 से जब पढ़ते हैं, हम इसी प्रकार हम देख सकते हैं हमको। അവിടെ കാണുന്നു, ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നതും ആത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. 12-ാം വാക്യം, അനന്തരം ആത്മാവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു. 13 വരെയുള്ളവരുടെ ഭാഗം നമുക്ക് വായിക്കാം. 13, 9 മുതൽ 13 വരെ. हमें पहला अध्याय का 9 से लेकर के 13 तक जब हम पढ़ते हैं, उन दिनों में यीशु ने गलील के नासरत से आकर यरदन में यूहन्ना से बपतिस्मा लिया, और जब वो जल से निकलकर ऊपर आया तो तुरंत उसने आकाश को खुलते और आत्मा को कबूतर के समान अपने ऊपर उतरते देखा, और ये आकाशवाणी हुई, तू मेरा प्रिय पुत्र है, तुझसे मैं प्रसन्न हूँ। तब आत्मा ने तुरंत उसको जंगल की ओर भेजा। जंगल में 40 दिन तक शैतान ने उसकी परीक्षा की, और वह वन पशुओं के साथ रहा, और स्वर्गदूत उसकी सेवा करते रहे। ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, യേശുവിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായപ്പോൾ യേശുവിനെ ആത്മാവ് കൊണ്ടുപോയത് ഒരു മരുഭൂമിയിലേക്കായിരുന്നു. जब यीशु मसीह पवित्र आत्मा से भरपूर हुआ, तब पवित्र आत्मा यीशु मसीह को जंगल की ओर ले गया। യേശു ആരായിരുന്നു? അവൻ ലോകത്തെ വീണ്ടെടുക്കുവാൻ വന്നതായ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവായിരുന്നു.
यीशु मसीह कौन था? संसार को छुटकारा देने के लिए आया हुआ परमेश्वर का पुत्र था। ആ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ആത്മാവ് താൻ മരുഭൂമിയിലേക്ക് നയിച്ചു. उस जगत का उद्धारकर्ता प्रभु यीशु मसीह को आत्मा जंगल की ओर ले गया। നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മരുഭൂമി എന്ന് പറയുന്നത് വളരെ ഹല്ലേലൂയ ഒരു മനുഷ്യരുമില്ലാത്ത, ഒരു ഹല്ലേലൂയ വീടുകളില്ലാത്ത, ഒരു ഹല്ലേലൂയ ഒന്നുമില്ലാത്തതായ ഒരു നിർജ്ജനമായ ചൂടിലേക്കാണ് ആ യേശുവിനാവ് കൊണ്ടുപോകുവാനിടയായത്. जब मरुभूमि के विषय में हम देखते हैं जहां पर कोई मनुष्य नहीं, कोई घर नहीं, मतलब वहां पर बिल्कुल सुनसान जगह है, उस सुनसान की जगह की ओर यीशु मसीह को आत्मा ले जाया गया। മരുഭൂമിയിൽ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു എന്നാ പറയുന്നത്. 40 दिन जब शैतान यीशु मसीह को परख रहा था, यीशु मसीह वन पशुओं के साथ रहा। इसी प्रकार हम पढ़ते हैं। ഒരു മനുഷ്യനുമില്ലാത്തതായ കാട്ടുമൃഗങ്ങൾ നിറഞ്ഞതായ സാത്താനുള്ള ഇടത്തിലേക്ക് യേശുവിനെ ആത്മാവ് കൊണ്ടുപോകുവാനിടയായി. जहाँ कोई नहीं, बिल्कुल सुनसान जगह, और वहां पर वन पशु रहते थे, वहां पर यीशु मसीह को आत्मा ले गया। അവിടെ യേശുവിനെ ശുശ്രൂഷിപ്പാൻ ഒരു മനുഷ്യരുമില്ല, മറിച്ച് ആ യേശുവിനെ ശുശ്രൂഷിക്കുന്ന ദൂതന്മാരായിരുന്നു എന്നാണ് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. यीशु मसीह को सेवा करने के लिए वहां पर कोई मनुष्य नहीं था, केवल स्वर्गदूत यीशु मसीह की सेवा की। ഞാൻ ഈ വചനത്തെ കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാനിടയായി. जब इस वचन को मैं गहराई से समझ रहा था, അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് ഇപ്രകാരം സാത്താനും കാട്ടുമൃഗങ്ങളും ഉള്ളതായ ഈ അവസ്ഥയിലേക്ക് ഈ 40 ദിവസത്തിലേക്ക് നയിപ്പാനിടയായതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തോന്നുന്നു. जब मैं इस विषय को गहराई से समझ रहा था कि प्रभु आत्मा की भरपूरी के साथ आपको क्यों पवित्र आत्मा मरुभूमि में ले गया, जहां पर शैतान और जो है जंगली जानवर रहते थे। നമ്മളെയാണ് യേശുവിന്റെ സ്ഥാനത്തില് ഈ മരുഭൂമിയിലേക്ക് നയിച്ചതെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ മരുഭൂമിയെ മാറ്റണമേ, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് ചൂടേറിയ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന്. ഹല്ലേലൂയ, ഇത് സാത്താന്യ ഹല്ലേലൂയ ആ ശക്തികളാണ് എനിക്ക് നേരെ പോരാടുന്നത്, ഇതിനെ ജയിപ്പാനൊന്ന് കഴിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനിടയാകും. जब इसी तरह की परिस्थिति से होकर के जब हम यदि गुजरते हैं, तो पहला दिन से ही हम ये प्रार्थना शुरू करते हैं, प्रभु ये मरुभूमि की स्थिति को आप बदलें, और प्रभु ये जो है शैतान के परखियों पर विजय प्राप्त करने के लिए मुझे मदद करें। इसी प्रकार हम प्रार्थना करने लगेंगे। എന്നാൽ യേശു അങ്ങനെ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, മറിച്ച് യേശു ദൈവത്തിന്റെ ആ പദ്ധതി എന്റെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെടുവാൻ വേണ്ടി അവൻ തന്നെത്താൻ പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമുക്ക് ഇവിടെ ചെയ്തത്. यीशु मसीह इसी प्रकार प्रार्थना नहीं की है, पिता की इच्छा अपने जीवन में पूरी होने के लिए पिता के हाथ में यीशु मसीह अपने आप को अर्पण कर रहा था। ഈ വചനം നമ്മൾ ഒന്നുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരിക്കൽ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ ദൈവ തേജസ് കൊണ്ട് ദൈവാത്മാവിനാൽ ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചത് നമുക്ക് അറിയുവാനിടയാകും. जब इस वचन को और हम आगे जाकर पढ़ते हैं, जब मनुष्य आदम को जब परमेश्वर बनाया, परमेश्वर की महिमा को धारण करते हुए इस संसार में परमेश्वर भेजा। അവനെ തന്റെ വാര്യതിനാൽ തനിക്ക് തുണയായി ഒരു ഹവ്വായെ സൃഷ്ടിച്ച് അവരെ രണ്ടുപേരെയും ദൈവം ഈ ഭൂമിയിൽ ഏദൻ പൂങ്കാവനത്തിലേക്ക് ആക്കുവാനിടയായി തീർന്നു. हम इस बात को जानते हैं, एदन वाटिका में अपने पसली से एक जो साथी को तैयार करके परिवार के रूप में प्रभु तैयार करके एदन वाटिका में प्रभु परमेश्वर उसको भेजा। എന്നാൽ ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാമിന്മേൽ പാപമെന്നുള്ളതായ ദൈവത്തിന്റെ അവിശ്വസ്തത നിമിത്തം ദൈവ തേജസ്
ആദിമ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. അവിടെയാണ് ദൈവ തേജസ്, ദൈവം മനുഷ്യനിൽ നിന്ന് മാറിപ്പോകുവാൻ അല്ലെങ്കിൽ രണ്ടായി തീരുവാനിടയായി തീർന്നത്. जब पाप वहां पर प्रवेश हुआ, हम जानते हैं कि परमेश्वर की महिमा चली जाती है और परमेश्वर से मनुष्य दूर हो जाते हैं। അപ്പൊ മനുഷ്യനിൽ വന്നതായ പാപബന്ധനത്തിന്റെ കാരണം ദൈവത്തോടുള്ള അവിശ്വസ്തതയായിരുന്നു മനുഷ്യനിൽ പാപം ജയിക്കുവാനിടയായി തീർന്നത്. जब परमेश्वर से जो है विश्वास योग्य नहीं रहा, इसलिए वहां पर पाप का बंधन में वे पड़ गए। നമ്മൾ ദൈവത്തോടുള്ള അവിശ്വസ്തതയിൽ നമ്മെ പാപമെന്നുള്ളതായ ആ ബന്ധനത്തിൽ നമ്മെ ബന്ധിക്കുവാനിടയാകും പിശാച്. जब परमेश्वर से हम विश्वास योग्य नहीं रहते हैं, तब पाप से शैतान हमें बांध देते हैं। നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമ്മിൽ പാപത്തിന്റെ ശക്തികൾ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമ്മെ അടുപ്പിക്കാതെ വണ്ണം നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ആ പാപബന്ധനത്തിൽ നിന്ന് നമ്മെ പൊട്ടിച്ചെറിയുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നത്. जब परमेश्वर की उपस्थिति से जाने से रोकने वाले इस पाप के बंधन को हमारे अंदर से हम हमारे जीवन से तोड़कर हमें परमेश्वर की ओर नजदीक लेके जाने के लिए प्रभु यीशु मसीह संसार में आए। അപ്പോ ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാമിനെ പിശാച് പരീക്ഷിച്ച് പാപത്തിലേക്ക് വീഴ്ത്തി ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഒടുക്കത്തെ മനുഷ്യനായിരിക്കും, ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുവിനെ ഇതേ പിശാച് നിൽക്കുന്ന മരുഭൂമിയിലേക്ക് 40 ദിവസത്തിലേക്ക് യേശുവിനെ അയക്കുകയായിരുന്നു പിതാവ് ചെയ്തത്. पहला मनुष्य, पहला आदम पाप करके परमेश्वर जब दूर चले गए, अंतिम आदम प्रभु यीशु मसीह को मरुभूमि में जब शैतान परखने के लिए आया, तो मरुभूमि की ओर आत्मा यीशु मसीह को ले जाया गया। എന്റെ ചിന്തയിൽ എനിക്ക് പറയുവാൻ കഴിഞ്ഞാൽ പിശാചിന് കൊടുത്തൊരു ചലഞ്ചായിരുന്നു ഇതെന്ന് പറയാം. मैं इस प्रकार सोचता हूँ कि यहाँ पर शैतान को दिया हुआ एक चैलेंज है, ये इस जंगल की ओर ले जाना। എന്താണ് ചലഞ്ച്? യേശുവിനെ നീ പരീക്ഷിച്ചു നോക്ക്. എന്റെ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ നീ ഹല്ലേലൂയ ചതിച്ചു എങ്കിൽ, അല്ലെങ്കിൽ അവിശ്വസ്തത നിമിത്തം എന്റെ പദ്ധതികൾക്ക് തകർച്ച വരുത്തിയെങ്കിൽ, എന്റെ ഹല്ലേലൂയ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഹല്ലേലൂയ 40 ദിവസം ഞാൻ ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് ഹല്ലേലൂയ കൊണ്ടുവരികയാണ്. നീ പരീക്ഷിച്ച് നോക്കൂ, ഹല്ലേലൂയ അവനെ ജയിക്കുവാൻ നോക്കൂ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവിടെ പിശാച് അവനെ 40 ദിവസം പരീക്ഷിക്കുകയായിരുന്നു ചെയ്തത്. जब इस बात को समझते हैं, जो है शैतान को चुनौती दे रहा था कि देखो, पहला मनुष्य आदम को तो पाप से हरा दिया और मुझसे अलग कर दिया गया, लेकिन यीशु मसीह को हमें आत्मा जंगल की ओर ले गया और चुनौती दिया कि देखो, यीशु मसीह को परख करके देखो। ഇത് നമുക്കൊരു ദൈവശബ്ദമാണ്. നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിനകത്ത് പിശാചിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത്, ചിലപ്പോൾ മരുഭൂമിയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ പിശാച് ഒരുക്കുന്നതെങ്കിൽ, കഷ്ടതയാണ് പിശാച് കൊണ്ടുവരുന്നതെങ്കിൽ, അത് നമ്മളെ തകർക്കാനല്ല, അവിടെ നമ്മൾ ജയിപ്പാനാണ് ഈ പിശാചിന്റെ പരീക്ഷകളിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത്. कभी हमें हमारी आत्मा की भरपूरी के दिनों में जब इसी तरह हमें बातें आती हैं, परीक्षा के दिनों में जब आते हैं, उस बात को आज सुबह समझना है। शैतान की शक्तियों की ओर विजय प्राप्त करने के लिए प्रभु हमें अवसर दे रहा है। ദൈവം അനുവദിച്ചിട്ടുള്ളതായ കഷ്ടതകളും പ്രതിസന്ധികളും അലിയ ഒറ്റപ്പെടലുകളും അലിയ വേദനകളും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരും. परमेश्वर जो है के जो अनुमति से बहुत सारी बातें इसी प्रकार जीवन में आती हैं, जो कष्ट हो जाते हैं, एकांत जो है हमारे जीवन में एकांतता और इसी तरह की बातों के बीच में से हमको गुजरना पड़ता है। അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഒരുക്കുന്നത് നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ വീഴ്ചയ്ക്ക് വേണ്ടിയല്ല, നാം നശിച്ചു പോകുവാനല്ല, മറിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ ജയിപ്പാൻ വേണ്ടിയാണ് നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത്. इसलिए नहीं कि हमें इसी तरह से होकर जाने देते हैं कि वहां पर हम नष्ट हो जाए, टूट जाए, हम वहां पर हार जाए। नहीं, शैतान के ऊपर विजय प्राप्त करने के लिए हमें उसमें से ले जाया गया।
ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ദൂതായി ഞാൻ ഈ വചനത്തിലൂടെ പറയുവാനിടയാകുന്നത്, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കഷ്ടത നിറഞ്ഞതായ, കയ്പ് നിറഞ്ഞതായ പരീക്ഷകൾക്ക് അകത്ത്, പരീക്ഷകളായി ജീവിതത്തിനകത്ത് അതിന് തകർച്ചയോടെ പോകുന്ന ചിലരെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി പകരുവാൻ വേണ്ടിയാണ് ഇതിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. हम कभी कभी इसी तरह कठिनाई से होकर गुजरते हैं। मैं यहाँ पर आपसे एक संदेश देना चाहता हूँ आत्मा में, ये आपको गिराने के लिए नहीं, आपको विजय देने के लिए प्रभु आपको ले जाता है। പ്രതികൂലങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ തകർന്നു പോകാതെ വണ്ണം പ്രതികൂലത്തിനകത്തുനിന്ന് അത്യന്തമായ ശക്തി പ്രാപിച്ചെഴുന്നേൽപ്പാൻ എത്ര പേർ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിനോട് അടുത്തു വരുവാനിടയാകും. कष्टों के बीच में हम टूटने के नहीं, उसका मध्य में हमें बाहर आकर विजय प्राप्त करने के लिए कितने लोग आज सुबह इस वचन के मनादी के बीच में तैयार होते हैं। ആ ഒരു താല്പര്യവും ആ ഒരു മനോഭാവവും നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ നമ്മെ പണിയുവാനുള്ളതാണെന്നുള്ളതായ ആ വിശ്വാസം നമ്മുടെ അകത്ത് നാം പ്രാപിക്കുവാനിടയാകണം. ये जो कष्टों के बीच में हमें गिराने के नहीं, हमें बनाने के लिए है। ये विश्वास कष्टों के मध्य में हमारे हृदय में उत्पन्न होना है। അതുകൊണ്ട് വേണ്ടി യേശുവിനെ ദൈവം മരുഭൂമിയിലേക്ക് അയപ്പാനിടയാകുന്നു. इसलिए इस कारण से प्रभु यीशु मसीह को पिता परमेश्वर मरुभूमि की ओर ले जाया गया। അവിടെ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുവാൻ കഴിയുന്ന മരുഭൂമിയിൽ യേശു 40 ദിവസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. मरकुस में पढ़ा 40 दिन प्रभु यीशु मसीह वन पशुओं के साथ था मरुभूमि में। എന്താണ് കാട്ടുമൃഗങ്ങൾ? ये वन पशुओं के विषय में हम सोचा, क्या है वन पशु? ഇത് ദൈവം പറയുന്നത് ഹല്ലേലൂയ മൃഗസ്വഭാവമുള്ള മനുഷ്യരെ കുറിച്ചാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. यहाँ पर हम इस प्रकार सीख सकते हैं, जानवरों के समान स्वभाव रखने वाले मनुष्यों के विषय में हम सीख सकते हैं। നമ്മൾ ആക്ച്വലി ഹല്ലേലൂയ നമ്മുടെ ജീവിതം കൊണ്ടൊരു മരുഭൂമിയിലേക്ക് പോയില്ലെങ്കിലും നാം പാർക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് പലപ്പോഴും മൃഗസ്വഭാവമുള്ളവരുടെ നടുവിലാണ് നാം ആയിത്തീരുന്നത്. ഓർത്തോണം, അവിടെ ഒരു ദൈവത്തിന്റെ ശക്തി നമുക്ക് പ്രാപിപ്പാനുണ്ട്. यदि हम बाहरी रूप से देखा जाए, हम जो है जंगल में नहीं है, लेकिन जानवर के स्वभाव में रखने वाले लोगों के बीच में यदि हम रहते हैं तो इस बात को याद रखना, वहां पर हमें परमेश्वर में जरूर विजय देने वाला है। ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ മൃഗസ്വഭാവം പോലെ നമ്മോട് പെരുമാറിയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ പല സ്നേഹിതരും നമ്മുടെ മേൽ മൃഗസ്വഭാവമുള്ളവരായി പെരുമാറിയേക്കാം. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടേക്കാം. മനുഷ്യൻ ഹല്ലേലൂയ നമ്മളെ വെറുക്കും, നമ്മളെ ഹല്ലേലൂയ ഉപദ്രവിക്കുവാൻ വരും. പക്ഷേ ദൈവസന്നിധി നാം തിരിച്ചറിയുക, ഇതൊക്കെ ദൈവികമായ ഒരു ശക്തിയുടെ കൈമാറ്റത്തിന് വേണ്ടിയായിരിക്കാം നാം ഇതിലൂടെ കടന്നു പോകുന്നത്. याद रखना, कभी कभी हम परिवार के अंदर और समाज में और बहुत सारे लोगों के बीच में जानवर के समान जो है हमारे साथ व्यवहार करने वाले लोगों के बीच में जब हम रहते हैं, लेकिन इस बात को आज सुबह याद रखना, इनके बीच में से हमें होने इसलिए देते हैं, जाने इसलिए देते हैं कि आप वहां पर परमेश्वर की महिमा को देखें। ഈ വചനമാഴമായി ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരത്യന്ത ശക്തിയുടെ വ്യാപാരം നിങ്ങൾ ഏറ്റെടുക്കുവാൻ, നിങ്ങളിൽ ദൈവം പകർന്നു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ പ്രാപിപ്പാൻ എത്ര പേർ ഒരുക്കത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിലോട് നമ്മൾ അടുത്തു വരുവാനിടയാകും. आज सुबह के लोग इस वचन की मनादी के मध्य में, कष्टों के बीच में से, हम परेशानी के मध्य में से चलते हैं, उसके मध्य में हम परमेश्वर की सामर्थ्य को प्राप्त करने के लिए कितने लोग तैयार होकर के सामने आएंगे, आगे आएंगे। നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകണം. हमारे विचारों में परिवर्तन होने की आवश्यकता है। എന്ന് പറഞ്ഞാൽ ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആത്മാവാണ് യേശുവിനെ അവിടേക്ക് നയിപ്പാനിടയായത്, മറിച്ച് പിശാചിനാൽ അവൻ മരുഭൂമിയിലേക്ക് പോവുകയല്ല ചെയ്തത്. ആത്മാവാണ് സാത്താൻ ഉള്ളതായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുവാനിടയായത്.
यहाँ पर हम सीखते हैं शैतान नहीं, परमेश्वर की आत्मा, पवित्र आत्मा यीशु मसीह को जहाँ पर शैतान की जगह है वहां पर ले जाया गया है। നീ പോകുന്ന ചില വഴികളിൽ പിശാച് നിനക്കെതിരെ ശക്തമായി ഉയർന്നേക്കാം. പക്ഷേ നിന്നെ നടത്തുന്നത് ആത്മാവാണെന്നുള്ളൊരു ബോധം നമ്മൾ പ്രാപിക്കുവാനിടയാകണം. हम जब जहाँ जाते हैं वहाँ बहुत सारी विरोध की बातें, परेशानी की बातें आएंगी जरूर, लेकिन इस बात को याद रखना, पवित्र आत्मा हमको ले जाता है। ആ പിശാചിന്റെ പ്രവർത്തികളിൽ നാം അടിമപ്പെട്ടു പോകാതെ, പിശാചിന്റെ പരീക്ഷകളിൽ നമ്മൾ വണ്ണം ആ പരിക്കകത്തുകൊണ്ട് നമ്മൾ പ്രാപിക്കേണ്ട ആ ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയാണ് നമുക്ക് കൈവരിപ്പാനിടയാകേണ്ടത്, നാം പ്രാപിപ്പാനിടയാകേണ്ടത്. याद रखना, जब कष्टों के बीच में, उस परीक्षा के बीच में जब हम जाते हैं, हम टूटने के लिए, गिरने के लिए नहीं, उस कष्टों के मध्य में हम परमेश्वर की सामर्थ को प्राप्त करना है। ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അത്യന്തമായ ദൈവശക്തി നിങ്ങളുടെ മേൽ ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं आपसे बहुत बताना चाहता हूँ, बहुत बड़ी सामर्थ जो है, पवित्र आत्मा की सामर्थ आपके ऊपर उंडेलने के लिए प्रभु चाहता है। യേശു സ്നാനം കഴിക്കുമ്പോൾ അവന്റെ വയസ്സ് 30 വയസ്സിലാണ് യേശു യോർദാനിൽ സ്നാനമേൽക്കുന്നത്. जब यीशु मसीह 30 साल का था, तब यीशु मसीह यरदन में बपतिस्मा लिया। ലോകത്തിന് താൻ ദൈവപുത്രനിൽ നിന്ന് വെളിപ്പെടുത്തുവാൻ യേശു യോർദാനിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുവാനിടയാകുന്നു. दुनिया के सामने मैं परमेश्वर का पुत्र हूँ, ये दर्शाने के लिए प्रभु यीशु मसीह यरदन में बपतिस्मा लिया गया। അടുത്ത 3.5 വർഷത്തെ ശുശ്രൂഷയുടെ മേൽ ആരംഭ കുറിക്കുവാൻ വേണ്ടി അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങുകയായിരുന്നു. आगे आने वाले 3.5 वर्ष की सेवकाई की तैयारी के लिए, शुरुआत के लिए प्रभु यीशु मसीह बपतिस्मा लेकर के यरदन से निकलकर बाहर आ गया। അതായത് 3.5 വർഷത്തിന്റെ ശുശ്രൂഷയുടെ കാലയളവ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പിശാച് 40 രാവും 40 പകലും യേശുവിനെ പരീക്ഷിപ്പാൻ മരുഭൂമിയിൽ ഇടയായി. 3.5 वर्ष की सेवकाई की शुरुआत में ही यीशु मसीह को परखने के लिए पवित्र आत्मा मरुभूमि में प्रभु यीशु मसीह को ले गया। ഈ വചനത്തിന്റെ ചിന്തയിൽ ദൈവം എനിക്ക് തന്ന വെളിപ്പാടിനാൽ നടപ്പാനും സംഭവിപ്പാനുമുള്ള അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പിശാചിന്റെ പ്രവർത്തികളെ താൻ മരുഭൂമിയിൽ തകർത്തുകൊണ്ട് അവൻ ആത്മശക്തിയോടെ പുറത്തു വരുന്ന യേശുവിനെയാണ് നമുക്ക് വെളിപ്പെടുവാനിടയാകുന്നത്. मेरे दिया हुआ प्रकाशन आपके सामने बताना चाहूंगा, जब आने वाले 3.5 वर्ष की अद्भुत सेवकाई के शुरुआत में ही यीशु मसीह शैतान को हमें हराने के लिए आत्मा यीशु मसीह को जंगल की ओर ले गया। ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നത്, അടുത്തൊരു കാലയളവിൽ നമ്മൾ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷകളെ മുന്നിൽ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ട് പിശാചിന്റെ ചില പ്രവർത്തികളെ ജയിപ്പാനുള്ള ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റമാണ് ചില പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നമ്മിൽ വെച്ചിരിക്കുന്നത്. बहुत सारे कष्टों के या परेशानी के मध्य में इस बात को हम याद रखना, आगे आने वाली बहुत बड़ी सेवकाई, एक जीवन सेवकाई के लिए प्रभु परमेश्वर आपको तैयार कर रहा है। വിശ്വാസികളെ, നിങ്ങളോട് ഞാൻ, സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം അടുത്ത കാലയളവിനകത്ത് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളും അനേക പ്രോമിസുകളും നടക്കുവാനുള്ള സമയമെടുക്കുമ്പോൾ ചില ശക്തികളെ നിങ്ങൾ ജയിക്കണം, ചില പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾ അടക്കണം. അതിനുമേൽ അടക്കുവാൻ കഴിയേണ്ടതിന് ഒരത്യന്തമായ ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന്റെ ശക്തി നിങ്ങളിൽ പകർന്നു തരുവാനാണ് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല പ്രതിസന്ധികളിലൂടെ, പല വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത്. मेरे भाई बहनों, विश्वासियों, आपसे मैं कहना चाहता हूँ, आगे आने वाले दिनों में परमेश्वर की बहुत सारे वचन, वायताओं की पूर्ति आपके जीवन में होना जरूरी है। इसलिए आज अब कष्टों के बीच में, परेशानी के बीच में हो रहा है, इस बात को याद रखना, आगे आप जो परमेश्वर के जो सारे वाचा, वो सारी बातें पूरी होगी। ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സങ്കീർണമായി വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നിങ്ങളുടെ അധ്യായം അടയുകയല്ല, അടുത്തൊരു ചരിത്രം ആരംഭമിടുവാനാണ് ചില പ്രതികൂലങ്ങൾ നിങ്ങളിൽ ഇന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
आज आपके जीवन में बहुत सारे कष्टों के बीच में परेशानी आपके जीवन में आ रही है, लेकिन इस बात को याद रखना, बहुत बड़ा एक इतिहास आपके जीवन के सामने खुलने जा रहा है। തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ നടുവിൽ ഇനി ഒരു വെളിച്ചം കാണത്തില്ലെന്ന് പറയുന്നിടത്ത് ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ ചരിത്രം ഹല്ലേലൂയ പുതുതായി വെളിപ്പെടുത്തുവാൻ യേശു ഗലീലയിലേക്ക് അവൻ ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെടുകയാണ്. आगे कोई सेवा नहीं, आगे अंधकार है। जब दुनिया इस तरह बातें करते हैं, तब परमेश्वर ज्योति बनकर आपके सामने आकर कहता है, तुम्हें अद्भुत सेवकाई आगे आपको इंतजार कर रही है। 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള ഇടയ്ക്കത്തെ ഭാഗം നമുക്ക് പരിചിതമുള്ള ഭാഗമാണ്. യേശു 3 പരീക്ഷകൾ പിശാചിനാൽ നേരിടുവാനിടയായി. हम 4 अध्याय का 1 से लेकर के किस तरह जब पढ़ते हैं, यहाँ पर हम सब जानते हैं कि 4 तरह की परीक्षाओं से प्रभु यीशु मसीह गुजरना पड़ा। പക്ഷേ പരീക്ഷകളെ ജയിച്ചവൻ 14-ാം വാക്യത്തിൽ ആത്മാവിന്റെ നിറവല്ല, ആത്മാവിന്റെ ശക്തിയോടെയാണ് ഗലീലയിലേക്ക് മടങ്ങി വരുന്നത്. हाँ, लेकिन याद रखना, जो है 14 वचन में हम पढ़े हैं कि आत्मा की भरपूरी नहीं, आत्मा की सामर्थ से भरा हुआ गलील की ओर लौटा है। അടുത്ത 3.5 വർഷത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് വേണ്ടി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ശക്തിയോടെ വെളിപ്പെടുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. आगे आने वाले 3.5 वर्ष की सेवकाई शुरू करने के लिए प्रभु यीशु मसीह सामर्थ की भरपूरी के साथ गलील की ओर लौटते हुए यहाँ पर हम देख सकते हैं। ദൈവത്തിന്റെ വിളി മനസ്സിലാക്കി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായപ്പോൾ അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത്യന്ത ശക്തിയോടെ നിറഞ്ഞു പുറത്തു വരുന്ന യേശുവിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. यहाँ पर हम यीशु मसीह किस प्रकार देखते हैं, परमेश्वर के बुलाहट को समझकर, परमेश्वर की आज्ञाओं को मानकर उस सेवकाई के लिए पूरी तौर से जब आगे आते हैं, परेशानी के ऊपर विजय प्राप्त करते हुए प्रभु यीशु मसीह बाहर आ रहा है। ആ ഒരു ജയത്തിന്റെ ശക്തി ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ യേശു കർത്താവ് പകർന്നു തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. मैं आत्मा में ये प्रार्थना करना चाहता हूँ, वो विजय की सामर्थ्य आपके ऊपर परमेश्वर हमें प्रकट करने जाए, ये मेरी प्रार्थना है। 14-ാം വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. 14 आयत में हम लोग पढ़ा, फिर यीशु आत्मा की सामर्थ से भरा हुआ गलील की ओर लौटा। ഗലീലയിലേക്ക് യേശു വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. गलील में यीशु इसी प्रकार आए, आत्मा की भरपूरी के साथ आए। ഗലീലയ്ക്ക് ചരിത്രം നിലനിൽക്കുന്ന സ്ഥലമാണ് ഗലീല. गलील जो है एक इतिहास जो है रखने वाली जगह है। 2 രാജാക്കന്മാർ തള്ളിക്കളഞ്ഞ പട്ടണമാണ് ഗലീല. 2 राजा लोग जो है इनकार किया हुआ शहर है गलील। 1 ശലോമോൻ രാജാവ്, 2 ഹീരാം രാജാവ്, 2 രാജാക്കന്മാർ ഒരിക്കലും ഈ രാജ്യം ഹല്ലേലൂയ നന്നാകത്തില്ല, ഒരു വികസനം കൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് തന്റെ കൈകളിൽ നിന്ന് തള്ളിക്കളഞ്ഞ പട്ടണത്തിൽ ഒരു പട്ടണമായിരുന്നു ഗലീല. सुलेमान राजा और हीराम राजा दोनों, ये जगह अभी ठीक नहीं होगा, इसके ऊपर हमें काम करने से मतलब नहीं, इसी प्रकार हमें सोचकर ये गलील को छोड़ दिया था। ഇരുട്ടിക്കിടക്കുന്ന ഗലീല എന്ന് വേദപുസ്തകം ഗലീലയെ കുറിച്ച് പറയുന്നു. अंधकार में पड़ा हुआ गलील के विषय में परमेश्वर का वचन यहाँ पर गवाही दे रहा है। ഹല്ലേലൂയ, ശപിക്കപ്പെട്ട പട്ടണമെന്ന് ഗലീലയെ കുറിച്ച് ദൈവവചനം പറയുന്നു. श्रापित जगह गलील के विषय में परमेश्वर का वचन कहता है। വ്യാധികൾ നിറഞ്ഞ പട്ടണമെന്ന് ഗലീലയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. बीमारियों से भरी हुई जगह करके हम गलील को देख सकते हैं। എന്നാൽ ആത്മശക്തിയോടെ വെളിപ്പെട്ടവൻ ഈ ഗലീലയുടെ ചരിത്രത്തെ ദൈവം മാറ്റുവാൻ കഴിയുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. लेकिन आत्मा की सामर्थ के साथ गलील की ओर लौटा प्रभु यीशु मसीह के इतिहास को बदलता है। നമുക്ക് വേദപുസ്തകത്തിൽ നിരവധി ചിന്തകൾ ഗലീലയിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के वचन में गलील में यीशु मसीह किया हुआ अद्भुत बातों को हम देखते हैं। ഗലീലക്കാരനായിരിക്കുന്ന ശീമോൻ പത്രോസിന്റെ പടകിനകത്ത് യേശു കയറിയിട്ട്
പടകിന്റെ അകത്തെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതായ ശൂന്യതകളെ യേശു നിറപ്പാനിടയായത് ഗലീലയുടെ ഒരു ചരിത്രമാണ്. गलील के इतिहास को जब हम देखते हैं, गलील निवासी शिमोन पतरस के नाव में प्रभु यीशु मसीह जो शून्य था, वहां पर रात भर रह करके उसको भरा, हमें यीशु मसीह उस नाव को भर दिया। वो इतिहास को हम देखते हैं। ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ഞാൻ കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ആത്മശക്തി നിറഞ്ഞവനായിരിക്കുന്ന യേശു നിങ്ങളുടെ പടകിനകത്ത് വന്നാൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടാൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുന്നതായ ശൂന്യതകളെ നിങ്ങൾ നിറപ്പാൻ കഴിയുന്നവനാണ് യേശു കർത്താവാണെന്ന് അറിയുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടാൽ നിങ്ങളിൽ അതിവേഗത്തിലുള്ള ഒരു നിറവ് ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. बहुत सारे परिवार जो शून्य है, शून्यता से भरी हुई जगह में जब यीशु मसीह को जिस तरह गलील में आत्मा की सामर्थ के साथ जिस तरह काम किए जो पतरस के नाव में, उसी प्रकार अपने जीवन में प्रभु यीशु मसीह को स्वीकार करते हैं, उस परिवार को भरने के लिए प्रभु यीशु मसीह सामर्थ है। ഇതൊരു സാധാരണ നിറവോ അന്നുള്ളതായ ഉപജീവനത്തിന്റെ വഴിയിലകത്ത് ഒരു അത്ഭുതമോ നടത്തിയതല്ല. പത്രോസിന്റെ ജീവിതത്തിൻ്റെതായ വഴികളെ പോലും തിരിക്കുവാൻ വേണ്ടി യഥാർത്ഥമായ ഒരു ദൈവിക വഴിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ നിറവ് അവന്റെ പടകിനകത്ത് യേശു വെളിപ്പെടുത്തുവാനിടയായത്. एक छोटी सी बात के लिए नहीं, या हमें कुछ छोटी सी बात के लिए नहीं, उनका जीवन में बहुत बड़ा परिवर्तन देने के लिए, बहुत बड़ा परमेश्वर के मार्ग में पतरस को मोड़ कर लेके आने के लिए परमेश्वर प्रभु यीशु मसीह चमत्कार उनके नाव में कर रहा था। പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ചില ശൂന്യതകൾ നോക്കി കർത്താവ് ഇങ്ങനെ പറയുന്നു, അതിനെ മാറ്റുവാൻ കഴിയുന്നവൻ ശക്തിയോട് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ വഴികളെ പോലും എന്നേക്കുമായി തിരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക കരുതൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. मैं आज सुबह बोलना चाहता हूँ, जो सामर्थ्य प्रभु यीशु मसीह का भरपूरी के साथ हम स्वीकार करते हैं, अपने जीवन के राह को मोड़ने वाला, एक अलग मार्ग में ले जाने वाला प्रभु यीशु मसीह आपका जीवन को अलग एक राह में, अलग मोड़ में ले जाना चाहता है। നിങ്ങളുടെ വഴികളെ മാറ്റുന്ന, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആ ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണമേ, എന്റെ ശൂന്യതകളുടെ മേൽ വെളിപ്പെടണമേ കർത്താവേ. നീ പറയുന്നത് ഹല്ലേലൂയ മറ്റൊരു അവിശ്വാസവും കൂടാതെ ഞാൻ വിശ്വാസത്തോടെ നീ പറയുന്നത് കേൾപ്പാൻ, അനുസരിപ്പാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയാകുന്നു. परमेश्वर के इस वचन को जब सुनते हैं, प्रभु के सामने दिल खोल कर कितने लोग बोल सकते हैं, प्रभु तेरे पवित्र कलाम को पूरी तौर से स्वीकार करने के लिए प्रभु मैं तैयार हूँ, ये कितने लोग आज सुबह बोल सकते हैं? പത്രോസ് പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നാഥ എങ്കിലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ നിന്നിൽ അനുസരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലകളിലെ അധ്വാനമല്ല, നിന്റെ വാക്കിന് ഞങ്ങൾ ഇപ്പോൾ തന്നെ നിന്നോടൊപ്പം ഞങ്ങൾ ഇറങ്ങുവാൻ തയ്യാറാണെന്നുള്ളതായ ആ തീരുമാനത്തോടുകൂടെ ഇറങ്ങിത്തിരിച്ച പത്രോസിനെയാണ് ഇത് പ്രാപിക്കുവാൻ കഴിഞ്ഞത്. पूरी रात मेहनत करके कुछ न मिला, हमें है प्रभु, हम बहुत मेहनत की, लेकिन आपके वचन के अनुसार मैं जाल डालूंगा करके, जिस प्रकार पत्रस अपने दिल खोल के प्रभु यीशु मसीह के सामने बात किया, उसी तरह आइए प्रियो हम सुबह अपने दिल को खोल के प्रभु से बात करें। ജീവിതത്തിനകത്തൊരു അവിശ്വാസവും കൂടാതെ കർത്താവ് എന്തു പറയുന്നു അതിനെ അനുസരിപ്പാൻ ഞാൻ തയ്യാറാണെന്നുള്ളതായ ആ പ്രാർത്ഥനയോടെ എത്ര പേർക്ക് ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്തു വരും? നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. अविश्वास के बिना, हाँ प्रभु तू मेरे जीवन में आ जा, मेरे जीवन में कार्य कर। विश्वास के साथ प्रभु यीशु मसीह को अपने जीवन में स्वीकार करने के लिए कितने लोग आज सामने आगे आएंगे? ഗലീലയുടെ കാനാവിലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ ഭവനത്തിന്റെ കുറവുകളെ ഹല്ലേലൂയ പരിഹരിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. गलील के काना में जिस विवाह के घर पे जो कमी आई थी, उस कमी खट्टी को पूरा करने वाला प्रभु यीशु मसीह को हम देखते हैं। ലോകമൊന്നും തിരിച്ചറിയാത്ത ഒരു അടുത്ത നിമിഷങ്ങൾ ലോകത്തിന്റെ മുൻപിൽ ഒരു നിന്ദിതരായി തീരുന്ന ഒരു ഭവനത്തിന്റെ അകത്തെ ശൂന്യതയെ മാറ്റാൻ എന്റെ യേശു
അകത്തെ ശൂന്യതകളെ തൊട്ട ദൈവമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെതായ അകത്തെ ശൂന്യതകളെ യേശു മാറ്റുവാൻ കഴിയുന്നവനാണെന്ന് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളുക. जो परिवार के अंदर जो खालीपन की स्थिति थी, दुनिया उस बात को नहीं जानती थी, लेकिन अंदरूनी बातों को, जो अंदर के खालीपन की स्थिति को जानकर तो भरने वाला प्रभु यीशु मसीह के सामने आज हम उपस्थित है। ഗലീലക്കാരത്തിയായ 12 സംവത്സരം രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ യേശു ഗലീലയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായ രോഗത്തിന്റെ ബന്ധനങ്ങൾ, എന്റെ ധനം നഷ്ടപ്പെടുത്തിയ ഈ ശക്തികൾ, എന്നെ ലോകത്തിനകത്ത് ഒറ്റപ്പെടുത്തിയ ഈ രോഗം, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ പോലും ശക്തിയുണ്ട്. അത് എന്റെ മേലൊന്ന് വെളിപ്പെട്ടാൽ ഇവിടെ ബന്ധനം അഴിയും എന്ന് ഞാൻ അവനിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. गलील में एक बहन को हम देखते हैं कि 12 वर्ष से लहू बहने की बीमारी से वो जीवन को बिता रही थी। वो यीशु मसीह के पीछे आकर के इस प्रकार बोलती हुई आ रही थी, मैं यीशु मसीह के वस्त्र का आंचल को छू लिया तो मेरी बीमारी चली जाएगी। विश्वास के साथ आकर के तो जीवन को छू कर उसके जीवन की सारी आशीषों को छीनने वाली बातों के ऊपर विजय प्राप्त करने के लिए प्रभु यीशु मसीह के पीछे आकर के छू करके प्रभु यीशु मसीह से सामर्थ्य पाया, वो आशीष को पा रही थी। ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. പിശാചിന്റെ പരീക്ഷകളെ ജയിച്ച ഒരു വ്യക്തി ജീവിതത്തെ നാം മുന്നോട്ട് പോകാൽ ഒരിക്കലും പിശാചിനെ തകർക്കാൻ പറ്റത്തില്ല. പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി മാറുവാൻ ഇടയാകുമെന്ന് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. जहां भी हम जाते हैं वहां पर शैतान हमारे ऊपर हावी नहीं होंगे, हमें जो है खाली नहीं करेंगे। वहां पर जो है इस सामर्थ हमें विजय देगा। मैं आपके सामने खुलकर बताना चाहता हूँ। ഈ പ്രഭാതത്തിൽ എത്ര പേർ എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഇടയാകുന്നു? കർത്താവേ, എന്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകളെ ജയിച്ചൊരു പുതിയ ശക്തിയോടെ കരുത്തോടെ എനിക്ക് പുറത്തു വരാൻ സഹായിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ട്? आज कितने लोग ये प्रार्थना करने के लिए मेरे साथ तैयार है? प्रभु, शैतान जो कार्य करते हैं उसमें से विजय होकर के मुझे बाहर आने के लिए प्रभु मुझे मदद करें। ये प्रार्थना हम करें। എന്റെ പ്രതികൂലങ്ങളിൽ ഞാൻ തകർന്നു പോകാനല്ല, എന്റെ കഷ്ടതകളിൽ ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ പരാതി പറയാനല്ല. കർത്താവേ, നീ തന്ന ഈ കഷ്ടതയുടെ നടുവിൽ എന്നിൽ പകരേണ്ട ഒരു അത്യന്ത ശക്തിക്കായി ഞാൻ ആഗ്രഹിക്കുന്നു. प्रभु, मैं टूट कर जाने के लिए नहीं, मैं पराजित होने के लिए नहीं, जो सामर्थ आप मुझे दिया उस सामर्थ के साथ विजयी होकर के बाहर आने के लिए मैं चाहता हूँ। ഈ വചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കുന്ന നിങ്ങളുടെ മേൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ആഴമേറിയൊരു ദൈവ സാന്നിധ്യം ദൈവത്തിന് നിങ്ങൾ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. यदि पराजय के जो है बीच में से चल रहे हैं तो इस वचन के द्वारा आपके ऊपर बहुत बड़ा विजय देने के लिए परमेश्वर चाहता है। കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. प्रभु के सामने प्रार्थना करने के लिए प्रभु हमें मदद करे है। प्रभु, കർത്താവ്, ഈ പ്രഭാതത്തിൽ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പിശാചിനെ ജയിക്കുന്ന ഒരു അഭിഷേകം എനിക്കൊരു ആവശ്യമാണ്. हाँ प्रभु, आज सुबह शैतान के ऊपर विजय प्राप्त करने के अभिषेक की आवश्यकता मुझे है। പിശാചിനെ ജയിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം എന്നിൽ നടപ്പിലാക്കുവാൻ, എന്നെ വിളിച്ച വിളി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. प्यारे प्रभु जी, हम प्रार्थना करते हैं कि शैतान के ऊपर विजय प्राप्त करके आप जिस कार्य के लिए मुझे बुलाया, बुलाहट की इच्छा पूरी होने के लिए प्रभु यीशु मसीह आप मुझे मदद करें। നിറവെന്റെ മേലൊന്ന് വെളിപ്പെടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ കൽപ്പനയ്ക്കുള്ളിൽ ഞാൻ അടുത്തു വരുന്നു. അങ്ങയുടെ പ്രമാണത്തെ അനുസരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. हाँ प्रभु जी, वो भरपूरी मुझे दे, मेरे अंदर कमी को दूर करे, आपके वचन की बातों को मेरे जीवन में प्रभु लागू करने के लिए मैं चाहता हूँ। प्रभु, मैं आपके पास, आपके करीब में आता हूँ। സമർപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങളെ ദൈവം ചെയ്യട്ടെ. यदि आप समर्पण करते हैं तो आपके जीवन में प्रभु अद्भुत कार्य करने पाए। ഈ വചനത്താൽ ഈ ജനത്തെയും ദൈവദാസന്മാൻ ദൈവമക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. जो ये वचन के अनुसार जो वचन सुनने वाले सभी को, हर एक व्यक्ति को प्रभु आशीष करे, हम प्रार्थना करते हैं।
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से आमीन। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും എനിക്ക് പ്രത്യേക രാജു പി നായർ പാസ്റ്റങ്ങളോടും ഒക്കെ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ക്ഷണിച്ച തോമസ് പാസ്റ്റർ അല്ലെങ്കിൽ ഈ മീറ്റിംഗിനില്ല. പ്രീശില പാസ്റ്ററിനോടും ഉള്ള നന്ദിയും സ്നേഹവും പറയുകയാണ്. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹം. എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവ് ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബമായി ഹല്ലേലൂയ ദുബൈയുടെ പ്രദേശത്ത് അലൈനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒരു സഭയുടെ ശുശ്രൂഷയിലേക്ക് കയറുവാൻ എനിക്ക് ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹമായി ഞങ്ങളെ നടത്തുന്നു. വീണ്ടും നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളും ഓർക്കുമ്പോഴെല്ലാം ഈ മിനിസ്ട്രിയെ കുറിച്ചും ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പു തരികയാണ്. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. प्रभु यीशु मसीह हम सबको आशीष करे। दिनों में हमें यहाँ पर इस सेवकाई के लिए आमंत्रित किए हुए मैं धन्यवाद करता हूँ, विशेष करके राजू पी नायर पास्टर के लिए जो थॉमसन पास्टर हमारे बीच में आज नहीं है। और मैं सभी को मैं धन्यवाद करता हूँ। हम परिवार से दुबई में रहते हैं, वहां पर पिछले दिनों में कलीसिया की सेवकाई में पासबान की सेवकाई में प्रवेश करने के लिए परमेश्वर अवसर दिया। हम आपके लगातार प्रार्थना करेंगे। आप सभी के प्रार्थना मैं चाहता हूँ। प्रभु यीशु मसीह हम सबको आशीष करे। आमीन।